linear transformation a linear transformation T from V to W is said to be invertible if it is bijective. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഇൻവേർട്ടിബിൾ ആണെന്ന് എപ്പോഴാണ് പറയുക? ബൈജക്റ്റീവ് ആണെങ്കിൽ നമ്മളതിനെ ഇൻവേർട്ടിബിൾ എന്ന് പറയും. ഇൻ ദാറ്റ് കേസ് ദി യുണീക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇസ് ഫ്രം W to V സാറ്റിസ്ഫൈങ് എസ് ടി ഈക്വൽ ടു ഐ വി ആൻഡ് ടി സി ഈക്വൽ ടു ഐ ഡബ്ല്യു. തൊട്ട് മുമ്പുള്ള തിയറത്തിൽ നമ്മൾ കണ്ടില്ലേ, അത് ഈ കാര്യങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ ഓൾറെഡി അത് പ്രൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ആ എസ്സിനെ നമ്മളതിൻ്റെ ഇൻവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ടി ഇൻവേഴ്സ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പം ബൈജക്റ്റീവ് ആണെങ്കിലാണ് ഇൻവേർട്ടിബിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് കൊണ്ടോ? നാച്ചുറൽ കറസ്പോണ്ടൻസ് ടി ഫ്രം എഫ് റേസ് ടു 1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കോളവും n റോയും ഉള്ളത്, അതായത് കോളം വെക്ടറായിട്ട് എഴുതുന്ന എഫിലെ എലമെൻറ്റ്സ്, അതായത് എഫ് റേസ് ടു 1/n എന്ന് പറഞ്ഞാൽ ഒരു കോളമായിട്ട് എഴുതുന്ന n എലമെൻറ്റ്സ് ഉള്ളൊരു കോളം. എഫ് റേസ് ടു 1/n ടു എഫ് റേസ് ടു n/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ n കോളംസ്, അതായത് റോ വെക്ടർ. സോറി, ഞാൻ പറഞ്ഞ തിരിഞ്ഞു പോയി. എഫ് റേസ് ടു 1/n എന്ന് പറഞ്ഞാൽ ഒരു റോയും n കോളംസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ റോ ആയിട്ടിരിക്കും. കണ്ടില്ലേ? ടി ഓഫ് A1 A2 വെച്ചിട്ട് AN എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് കോളം വെക്ടറും കിട്ടും. അതൊരു ഇൻവേർട്ടിബിൾ ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്താൽ മതി. എസ് ഓഫ് A1 A2 വെച്ചിട്ട് ANൻ്റെ ട്രാൻസ്പോസിനെ A1 A2 വെച്ചിട്ട് AN കൊണ്ട് എന്നതിലേക്ക് മാപ്പ് ചെയ്യുക. The linear transformation T from Pn of n f raised to n+1 defined by T of A0 plus A1t plus etc plus an t raised to n is equal to, അതായത് Pn of fലെ ഒരു n ഡിഗ്രി വരുന്ന പോളിനോമിയൽ, ആ പോളിനോമിയലിനെ നമ്മൾ മാപ്പ് ചെയ്യുന്ന എഫ് റേസ് n+1ലേക്ക് മാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+1 ടപ്പിൾ എന്ന് വേണേൽ പറയാം. n+1 എലമെൻറ്റ്സ് ഉള്ള ഒരു ഓർഡേർഡ് n+1 ടപ്പിൾ. അതിലേക്ക് അത് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടല്ലോ, A0 A1 etc AN. അതെന്ന് പറയുന്നത് ഇൻവേർട്ടിബിളാണ്. തിരിച്ച് ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്താൽ മതി. ഇവിടുന്ന് അങ്ങോട്ട് ഡിഫൈൻ ചെയ്യുന്നതിന് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഇനി കൺസിഡർ Fn of f is equal to f of 1, etc n the space of all functions from 1, etc n to f. Define T from Fn of f to f by T of x is equal to x of 1, etc x of n for x belongs to Fn of f. സ്പേസ് ഓഫ് ഓൾ ഫങ്ഷൻസ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഡെഫിനിഷൻ എ ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഈസ് കോൾഡ് ആൻ ഐസോമോർഫിസം. ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതിനെ നമ്മളൊരു ഐസോമോർഫിസം എന്നാണ് പറയുന്നത്. ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷന് നമ്മൾ ഐസോമോർഫിസം എന്ന് പറയും. എ വെക്റ്റർ സ്പേസ് വി സെഡ് ടു ബി ഐസോമോർഫിക് ടു എ വെക്റ്റർ സ്പേസ് W റിട്ടൺ ആസ് വി ഈസ് ഐസോമോർഫിക് ടു W ഇഫ് there is an isomorphism from V to W. അപ്പം വിയിൽ നിന്നും ഡബ്ല്യൂയിലേക്ക് ഒരു ഐസോമോർഫിസം ഉണ്ടെങ്കിൽ നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടല്ലോ. എഫ് റേസ് ടു, അപ്പം നമ്മൾ കുറേ എക്സാമ്പിൾസ് കണ്ടു. അത് വെച്ച് നോക്കുമ്പോൾ എഫ് റേസ് ടു 1/n ഐസോമോർഫിക് ടു എഫ് റേസ് ടു n/1 ആണ്. Pn of ഐസോമോർഫിക് എഫ് റേസ് ടു n+1 ആണ്. Fn of f ഐസോമോർഫിക്, അതായിരുന്നു ലാസ്റ്റിലത്തെ. Fnൽ നിന്ന് Fn of fലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു പോളിനോമിയൽ സ്പേസ് ഓഫ് ഓൾ ഫങ്ഷൻസ് Fn of T ഫ്രം Fn of എഫിലേക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. T of x Fn of f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് nth ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന പോളിനോമിയൽസ്. Tx is equal to x of 1, etc x of n എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. തിരിച്ചിങ്ങോട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഇൻവേഴ്സായി. ഓക്കെ, എക്സാമ്പിൾ യു എന്ന് പറയുന്ന ഒരു സെറ്റ് കണ്ടോ. ഇറ്റ് ഈസ് എ സബ് സ്പേസ് ആൻഡ് ഷോ ദാറ്റ് യു ഈസ് ഐസോമോർഫിക് ടു R2. അപ്പോൾ ഐസോമോർഫിക് ടു R2, യു എഴുതിയിരിക്കുന്ന യു ഐസോമോർഫിക് ടു R2 ആണെന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഫംഗ്ഷൻ T of AB എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഈ T എന്ന് പറയുന്നത് 1, 1 on 2 ആയിക്കഴിഞ്ഞാൽ നമുക്കെന്തായി? ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് T ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അത് നമുക്ക് പ്രൂവ് എന്താ T ഓഫ് x പ്ലസ് ആൽഫ വൈ എന്ന് പറയുന്നത് T ആൽഫ പ്ലസ് ആൽഫ T വൈ നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ലീനിയർ ട്രാൻസ്ഫോർമേഷനാണെന്ന് കിട്ടും. പിന്നെ AB belongs to U ആണെങ്കിൽ C is equal to -3A - 2B എന്ന് കിട്ടും. സോ ദാറ്റ് T എന്ന് പറയുന്നത് എന്താവും? ഓൺ ടു ആവും. ഓൾസോ ഇഫ് AB belongs to R2 such that TAB is equal to 0, 0,
ടി എ ബി സിക്ക് 0 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടി എ ബിയുടെ വാല്യൂ കൊടുത്തു 0 ഇക്വൽ ചെയ്തു. നമുക്ക് എ ബി എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. അതായത് ടി 1 ആണ്. ടി എ ബി 0 ആണെങ്കിൽ നമുക്ക് എ ബി 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ സ്പേസ് 0 മാത്രമേ ഉള്ളൂ. അതായത് ടി ഇൻജക്റ്റീവ് ആണ്, 1 ആണ്. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ അതിന് മുമ്പ് പറഞ്ഞത് ഏതൊരു വെക്ടർ നമ്മൾ എ ബി -3ab -2b എടുത്താലും നമുക്ക് എ ബി ബിലോങ്സ് ടു R2 കിട്ടും. അതുകൊണ്ട് ഇതൊരു ക്ലിയർലി അത് ഓൺ ടൂമാണ്. ടി 1 ഓൺ ടു ആയതുകൊണ്ട് അത് ഐസോമോർഫിസമാണ്. If a linear transformation is injective, then restricting the codomain space to R of t, we obtain a bijective linear transformation. കോഡൊമെയിൻ നമ്മൾ R of t ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കിട്ടും. കാരണം അത് ഓൺ ടു ആയി മാറും. ടി ഇൻജക്റ്റീവ് ആണ്, പിന്നെ ഓൺ ടൂവും കൂടെ ആയാൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ കോഡൊമെയിൻ R of t ആക്കി കഴിഞ്ഞാൽ എന്താ, R of tയിലുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടല്ലോ, അതെന്തായി മാറും, നമുക്ക് ഇൻവേർട്ടിബിളായി മാറും. തിയറം 2.32 that a linear transformation T from V to W is injective if and only there is a unique linear transformation S from R of T to V such that ST equal to IV and TS is equal to IR of T. അതിന് പ്രൂഫില്ല. നോട്ടീസ് ദാറ്റ് ദി കണ്ടീഷൻ ST equal to IV and TS is equal to IRT is theorem. അടുത്ത തിയറം 2.33 അതിന് പ്രൂഫുണ്ട്. ടി ഫ്രം വി ടു ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ഐസോമോർഫിസമാണ്. ഇഫ് ആൽഫ നോട്ടിക്കൽ 0 is a scalar, then ആൽഫ ടി എന്ന് പറയുന്ന ഐസോമോർഫിസം ആയിരിക്കും. ആൽഫ ടിയുടെ ഇൻവേഴ്സ് 1/α × ടി ഇൻവേഴ്സ് ആണ്. ടി ഇൻവേഴ്സ് ഫ്രം ഡബ്ല്യു ടു ബി എന്ന് പറയുന്ന ഐസോമോർഫിസമാണ്. ടി ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ടി ആണ്. യു എന്ന് പറയുന്ന എസ് ഫ്രം യു ടു ബി എന്ന് പറയുന്ന ഐസോമോർഫിസമാണ്. ദെൻ ടി ഫ്രം യു ടു ഡബ്ല്യു എന്ന് പറയുന്ന ഇഫ് എസ് ഫ്രം യു ടു വി എന്ന് പറയുന്ന is also an isomorphism, then u to w, then s from u to w is an isomorphism and s അല്ല ts from u to w is an isomorphism and ts ൻ്റെ ഇൻവേഴ്സ് s ഇൻവേഴ്സ് into t ഇൻവേഴ്സ് ആണ്. Since both t and t inverse are linear transform, t in t inverse നമുക്ക് alpha notical 0 alpha t is an isomorphism and alpha t inverse is equal to 1/α into t inverse. Since both T and T inverse are linear transformation, we have T in T inverse linear transformations ആണ്. T എന്ന് പറയുന്ന ഒരു ഐസോമോർഫിസം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ T inverse എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടും ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അപ്പോൾ 1/α T inverse into alpha T of V കൺസിഡർ ചെയ്താൽ 1/α into alpha T inverse T V is equal to V for H V. ഇനി ആൽഫ ടി ഇൻറ്റു 1/α ടി ഇൻവേഴ്സ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു, അതായത് ടിയുടെ അടുത്തോട്ട് ക്യാപിറ്റൽ വിയിലെ എലമെൻസേ കൊടുക്കാവൂ. ടി ഇൻവേഴ്സിൻ്റെ അടുത്തോട്ട് ക്യാപിറ്റൽ ഡബ്ല്യുവിലെ എലമെൻസും കൊടുക്കണം. കാരണം ടിയുടെ ഡൊമെയിൻ ക്യാപിറ്റൽ വിയും ടി ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ ക്യാപിറ്റൽ ഡബ്ല്യു ആയതുകൊണ്ടാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡബ്ല്യു കിട്ടും. ദാറ്റ് ഈസ് 1/α ഇൻറ്റു ടി ഇൻവേഴ്സ് ഓഫ് ആൽഫ ടി ഈസ് ഈക്വൽ ടു IV ആൻഡ് ആൽഫ ടി ഓഫ് 1/α ടി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു IW. ഇപ്പോൾ 1/α ടി ഇൻവേഴ്സ് ഓഫ് ആൽഫ ടി ഈസ് ഈക്വൽ ടു IV എന്ന് കിട്ടി, മറ്റേത് IW കിട്ടി. ദിസ് പ്രൂവ്സ് 1. ഓക്കെ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആണ് കിട്ടി. സിമിലർലി 2 and 3 ആർ പ്രൂവ്ഡ്. 2 എന്ന് പറയുന്നത് എന്ത് കിട്ടും, ടി ഇൻവേഴ്സ് ഐസോമോർഫിസമാണ്, ടി ഇൻവേഴ്സ് ഇൻവേഴ്സ് ടി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ടെറ്റ് UV ബിലോങ്സ് ടു W ആൻഡ് ആൽഫ ബിലോങ്സ് ടു F. യുവും വിയും W എന്ന് എടുക്കുന്നു, ആൽഫ എന്ന് പറയുന്നത് F എന്ന് എടുക്കുന്നു. ദെൻ ദെയർ എക്സ് കോമ വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ വി സച്ച് ദാറ്റ് TX is equal to U and TY is equal to V. X is equal to T inverse U and Y is equal to T inverse V. T of alpha x plus y is equal to alpha into x plus ty equal to alpha u plus v. T inverse of alpha u plus v is equal to alpha x plus y alpha T inverse u plus T inverse v എന്നാണ്. ഇപ്പോൾ T inverse ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ലെറ്റ് u belongs to n of T inverse. Let u belongs to n of T inverse implies T inverse u is equal to 0. Implies T of 0 is equal to u implies u is equal to 0. Therefore T inverse എന്താണ്, 1 ആണ്. Therefore T inverse is 1. For any x belongs to, ആദ്യം T inverse ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയി T inverse എന്ന് പറയുന്നത്
1 ആയി. രണ്ടാമത്തേനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ടി ഇൻവേഴ്സ് ഈസ് ആൻ ഐസോമോർസമാണ്. ടി ഇൻവേഴ്സ് ഒരു ഐസോമോർസമാണ്. അപ്പോൾ അത് ഐസോമോർസം ആണെങ്കിൽ അത് 1 1 ആവണമല്ലോ. ടി ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് ടി ആണ്. യു ബിലോങ്സ് ടു എൻ ഒ ടി ഇൻവേഴ്സ് യു 0, ടി ഓഫ് 0 യു എന്ന് എഴുതാം. ടി 0 എപ്പോഴും 0 ആയിരിക്കും, അങ്ങനെ യു 0 ആവും. അതിൻ്റെ അർത്ഥം ടി ഇൻവേഴ്സ് 1 ആണ്. നൾ സ്പേസിൽ 0 മാത്രമേ ഉള്ളൂ. ഫോർ ഇനി എക്സ് ബിലോങ്സ് ടു വി, വി ഹാവ് ടി എക്സ് ഇസ് ഈക്വൽ ടു യു ബിലോങ്സ് ടു ഡബ്ല്യു. ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് യു, യു ബിലോങ്സ് ടു ഡബ്ല്യു. ഫോർ ഇനി എക്സ് ബിലോങ്സ് ടു വി, വി ഹാവ് ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു ബിലോങ്സ് ടു ഡബ്ല്യു. ഇംപ്ലൈസ് എക്സ് എവിടെ ഉണ്ട്? ടി ഇൻവേഴ്സ് യു, എക്സ് ഇസ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് യു, യു ബിലോങ്സ് ടു ഡബ്ല്യു. ടി ഇൻവേഴ്സ് എന്ന് പറയുന്ന സാധനം ഓണ്ടുവാണ്. ദെയർഫോർ ടി ഇൻവേഴ്സ് ഇസ് ആൻ ഐസോമോർസം. Let W belongs to capital W. T of T inverse W is equal to T, T inverse of W is equal to IW or W. But implies T inverse the whole inverse is equal to T. Let T from V to W be a linear transformation where V and W are finite dimensional vector spaces. Let T be an isomorphism and let V1, etc. Vn belongs to capital V. If V1, etc. Vn is linearly independent in capital V, then T V1, etc. T Vn is linearly independent in W. If V1, etc. Vn spans V, then T V1, etc. T Vn spans W. ഒരു കാര്യം പറയട്ടെ, തൊട്ട് മുമ്പുള്ളതിനകത്തില്ല നമ്മൾ ടി ഇൻവേഴ്സ് 1 ആണെന്ന് പ്രൂവ് ചെയ്തു. പിന്നെ ടി ഇൻവേഴ്സ് ഓൺ 2 ആണെന്ന് അടുത്ത പ്രൂവ് ചെയ്തിരുന്നു. ഫോർ എനി എക്സ് ബിലോങ്സ് ടു വി, വി ഹാവ് ടി എക്സ് ഇസ് ഈക്വൽ ടു യു ബിലോങ്സ് ടു ഡബ്ല്യു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് യു. ഫോർ എനി എക്സ് ബിലോങ്സ് ടു വിക്ക് നമുക്ക് ഒരു ടി ഇൻവേഴ്സ് യു അപ്പോൾ ഉണ്ട്, ടി ഇൻവേഴ്സ് യു ഉണ്ട്. അപ്പോൾ ടി ഇൻവേഴ്സ് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ടി ഇൻവേഴ്സ് ഐസോമോർസം ആവുന്നതാണ്. ലെറ്റ് ടി ഫ്രം വി ടു ഡബ്ല്യു ബി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വെയർ വി ആൻഡ് ഡബ്ല്യു ആർ ഫൈനൈറ്റ് ഡൈമെൻഷൻ വെക്ടർ സ്പേസസ്. ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിന് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് പ്രൂഫില്ല. തിയറം 2.35 ലെറ്റ് വി ആൻഡ് ഡബ്ല്യു ബി ഫൈനൈറ്റ് ഡൈമെൻഷണൽ വെക്ടർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡ് ഡി എഫ്. ദെൻ വി ഇസ് ഐസോമോർഫിക് ടു ഡബ്ല്യു ഇഫ് ആൻഡ് ഓൺലി ഡയമെൻഷൻ വി സീറോ ഡയമെൻഷൻ ഡബ്ല്യു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. If there exists an isomorphism T from V to W, then theorem 2.34 implies that dimension V is equal to dimension W. അതായത് ഈ തിയറത്തിന് പ്രൂഫ് ഇല്ലെങ്കിലും തൊട്ട് മുമ്പുള്ളതേ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് പറയുന്നത് എന്താ? V1, etc. Vn ബേസിസ് ആണെങ്കിൽ TV1, etc. TVn എന്ന് പറയുന്നത് ബേസ് ആയിരിക്കും. കണ്ടീഷൻ എന്താണ്? ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസസ്. T from V to W with linear transformation, then where V and W are finite dimensional vector spaces. Let T be an isomorphism and let V1, etc. Vn belongs to capital V ആണെങ്കിലാണ്, ഐസോമോർസം ആണെങ്കിലാണ്. ഇനി ഇത് V and W ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസസ് ആണ്. ദെൻ V ഐസോമോർഫിക് ടു W ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഐസോമോർഫിക് ആണെങ്കിൽ V1, etc. Vn നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്ന അപ്പുറത്ത് ഡബ്ല്യുവിൽ എന്തായിരിക്കും? ബേസിസ് ആയിരിക്കും. അപ്പോൾ വിയിൽ എത്ര ആണോ ബേസിസ് എലമെൻറ്റ്സ് ഉള്ളത് അത്ര എലമെൻറ്റ്സ് തന്നെയാണ് ഡബ്ല്യുവിനകത്തിലും ബേസിസ് എലമെൻറ്റ്സ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കുമല്ലോ. കോൺവേഴ്സ്ലി ഡയമെൻഷൻ ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഡബ്ല്യു ആണ്. ദെൻ ഡിഫൈൻസ് എ ബൈജക്ഷൻ എഫ് ഫ്രം ദ ബേസിസ്. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഡയമെൻഷൻ സെയിം ഐസോമോർഫിക്കാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് then defines a bijection f from the basis of v. f in വിയുടെ ബേസിസിനകത്തുനിന്ന് ഡബ്ല്യുവിൻ്റെ ബേസിസിലേക്ക് നമ്മളൊരു ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യണേ. ഡ്യൂ ടു തിയറം 2.8 there exists a unique linear transformation t from v to w. Conversely, if dimension v is equal to dimension w, then defines a bijection f from the basis of capital V onto the basis of w. Dimension W then defines a bijection f from the basis of capital V onto the basis of W. വിയുടെ ബേസിസിൽ നിന്ന് ഡബ്ല്യുവിൻ്റെ ബേസിസിലേക്ക് നമ്മളൊരു ബൈജക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കാരണം രണ്ടിൻ്റെ ഡയമെൻഷൻ സെയിം ആയതുകൊണ്ട് രണ്ടിനും ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ ഉള്ളത്. ഡ്യൂ ടു തിയറം 2.8 there exists a unique linear transformation T from V to W that agrees with F. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഒരു ഫംഗ്ഷൻ ഉണ്ട്, ബേസിസിനകത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കതിനെ ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആ ലീനിയർ ട്രാൻസ്ഫോർമേഷനും ഈ പറഞ്ഞ ഫംഗ്ഷനും ബേസിസിൽ സെയിം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചായിരുന്നു. ബൈ തിയറം 2.34 അനുസരിച്ച് ദിസ് ഈസ് ആൻ ഐസോമോർഫിസം. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷനാണ് ഇവിടുത്തെ ഐസോമോർഫിസം. ഈ ഫംഗ്ഷൻ ഐസോമോർഫിസം തന്നെയാണ്, കാരണം അത് ബൈജക്ഷനാണ്. ഓക്കെ, therefore V is isomorphic to W. Let T from V to W be linear transformation. Let P from X to V and Q from W to Y be isomorphism. Then the following are true. R of Tp is equal to R of T. N of Q2 is equal to N of T. R of Qt isomorphic to N of T. ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ